ശ്രീ കെ പി നൌഷാദ് അലി, ഇപ്പോഴും അൻവർ വരച്ച വരയിൽ തന്നെയാണോ UDF? ഇന്നലെ UDF സ്ഥാനാർത്ഥിയെ മോശമായ നിലയിൽ അദ്ദേഹം ചിത്രീകരിച്ചു. സാധാരണ നിലയിൽ ഒരു തെരഞ്ഞെടുപ്പ് വേളയിൽ സ്ഥാനാർത്ഥിയെ മോശമായി ചിത്രീകരിച്ചാൽ അപ്പം തന്നെ മറുപടി പറഞ്ഞു പോവേണ്ട ഒരു കാര്യമാണ്. അതിൽ UDF ഒരു റെസ്ട്രെയിന്റ് പുലർത്തുന്നത് എന്തുകൊണ്ടാണ്? അൻവറിനെ ശത്രുവാക്കാൻ താല്പര്യമില്ലേ? നോക്കൂ അഭിലാഷ്, ഇവിടെ ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കൗതുകകരമായ ഒരു കാര്യം, ശ്രീ PV അൻവർ അദ്ദേഹം UDF പ്രവേശനം ആഗ്രഹിക്കുന്നു, UDFിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു, UDFിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പിണറായി വിജയനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും അതിഗുരുതരമായ ആരോപണങ്ങൾ നിരന്തരം കെട്ടടിച്ച് മുന്നോട്ട് വരുന്നു. അത്തരമൊരു ആൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയുള്ള സമീപനങ്ങൾ വച്ചു പുലർത്തുമ്പോൾ രാഷ്ട്രീയത്തിൽ അത് പെട്ടെന്ന് ഉദ്ദേശിച്ച ഫലത്തിലേക്കൊക്കെ അത് എത്തണമെന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അൻവർ ഉയർത്തിയ ഒരുപാട് ആശയങ്ങൾക്ക് നിലമ്പൂരിൻ്റെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ വലിയ പ്രസക്തിയുണ്ട്. അൻവറിൻ്റെ പിന്തുണ തീർച്ചയായിട്ടും നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റത്തിന് ആക്കം കൂട്ടും. അതുകൊണ്ട് അൻവറിനെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് UDFിൻ്റെ നയവും ആഗ്രഹവും. പക്ഷേ അതിന് അൻവർ കൂടി ഒന്ന് രാഷ്ട്രീയത്തിന്റെ ഒരു മിനിമം അദ്ദേഹം വേണമല്ലോ. ശ്രീ നൌഷാദ് അലി, അദ്ദേഹം TMC തൃണമൂൽ കോൺഗ്രസ് ഒരു അന്ത്യശാസനം പുറപ്പെടുവിച്ചിട്ടുണ്ട്. 2 ദിവസം UDFിന് തരാം. പാലക്കാട് ഇതുപോലെ ഒരു ആഴ്ച UDFിന് തന്നിരുന്നു. ഇങ്ങനെ ഓരോ തെരഞ്ഞെടുപ്പിലും 2 ദിവസം നിങ്ങൾക്ക് തരാം, മര്യാദയ്ക്ക് ഒരു തീരുമാനം എടുത്തോളൂ. ഈ തരത്തിലുള്ള വർത്തമാനങ്ങളൊക്കെ ആണോ സാധാരണ നിലയിൽ രാഷ്ട്രീയത്തിൽ വേണ്ടത്? അതൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിലമ്പൂരിലെ ജനം, അൻവറിൻ്റെ ആശയങ്ങളെ തലകുലിക്ക് സമ്മതിക്കുന്ന ജനം, അൻവറിൻ്റെ ഈ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ വിചിത്രമായ ശൈലിയും രീതിയും ഒക്കെ അവരും വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അൻവറിൻ്റെ ആശയത്തെ ഉൾക്കൊള്ളുന്ന, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കുന്ന ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരിന്ന് അൻവറിൻ്റെ ഇത്തരത്തിലുള്ള വഴിവിട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രായോഗികമല്ലാത്ത സമീപനങ്ങളിൽ അവർക്കൊക്കെ വലിയ മനസ്താപമുണ്ട്. അവരൊക്കെ ആര്യാടൻ ഷൗക്കത്തിന് പിന്തുണ നൽകുന്ന തരത്തിലേക്ക് മുന്നോട്ട് വരുന്നതിൻ്റെ ഒരുപാട് അനുഭവങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ നിന്നുണ്ട്. തീർച്ചയായിട്ടും അൻവറും രാഷ്ട്രീയമായ അതിൻ്റെ പ്രായോഗിക മര്യാദകളും രീതിശാസ്ത്രങ്ങളും ചെറിയ കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാവുന്ന ചില ബാലപാഠങ്ങളെങ്കിലും അദ്ദേഹത്തെ പോലെയുള്ള 2 തവണ MLA ആയി വിജയിച്ച ഒരുപാട് കാലത്തെ രാഷ്ട്രീയ അനുഭവ സമ്പത്തുള്ള ഒരാൾ ഉൾക്കൊണ്ടുകൊണ്ട് വൈകാരികതയൊക്കെ മാറ്റിവെച്ച് ഞങ്ങളുടെ കൂടെ ചേർന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ പിണറായി സത്തിനെതിരെയുള്ള വലിയൊരു മുന്നേറ്റത്തിൻ്റെ ഭാഗമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ സ്വയം വിലയിരുത്തി നോക്കണം. കാരണം അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ള മുഴുവൻ മനുഷ്യരും അദ്ദേഹം ഒരു തലയില്ലാത്ത തെങ്ങിലാണോ തങ്ങൾ കയറിയത് എന്ന് ശങ്കിക്കുന്നൊരു നിമിഷമാണിത് എന്നുകൂടി അൻവർ തിരിച്ചറിയേണ്ടതുണ്ട്. ശരി, ശ്രീ